ഇനി നമ്മൾ 23ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ നമ്മുടെ 23ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷനിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇൻ്റഗ്രേഷന് ഒരു സെറ്റും തന്നിട്ടുണ്ട്. സോ അപ്പോൾ സെറ്റ് എസ് തന്നിട്ടുണ്ട്. ആ സെറ്റിനകത്തെ എലമെൻറ്റുകളാണ് എക്സുകൾ. എലമെൻ്റ് എന്ന് പറയുമ്പോൾ എക്സുകൾ എന്ന് പറഞ്ഞാൽ എലമെൻ്റ് നമ്പേഴ്സ് ആണ്. ദെൻ എക്സ് ബിറ്റ്വീൻ 0ക്കും 100നും ബിറ്റ്വീനുള്ള നമ്പേഴ്സ്. ഓക്കെ, റെഡി. ദെൻ ആൻഡ് ഇൻ്റഗ്രൽ 0 to x, ഒരു കോൺസ്റ്റൻ്റ് ആണ് എക്സ് കേട്ടോ. ദെൻ ടി സ്ക്വയർ സൈൻ എക്സ് മൈനസ് ടി ഡി ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യന്. റെഡി അല്ലേ മക്കളെ? സോ അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇത് എടുക്കുകയാണ്. സോ 0 to x ടി സ്ക്വയർ സൈൻ എക്സ് മൈനസ് ടി ഡി ടി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. കാരണം അല്ലാതെ നമുക്കിത് ചെയ്യാന്ന് വെച്ചാൽ വലിയ പാടാണ്. സോ അപ്പം എക്സ് മൈനസ് ടിക്ക് പറയാൻ യുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. യു ഈക്വൽ ടു എക്സ് മൈനസ് ടി എടുത്തു. അപ്പോൾ ടി ഈക്വൽ ടു എനിക്ക് എന്താക്കാം, എക്സ് മൈനസ് യു എന്നാക്കാം. റെഡി അല്ലേ? ഡെറിവേറ്റീവ് എടുത്ത് എനിക്ക് എന്ത് കിട്ടും, ഡി ടി. ദെൻ ഇവിടെ നമുക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആണ്. ദെൻ മൈനസ് നമുക്ക് എന്ത് കിട്ടും, ഡി യു. ഓക്കെ, റെഡിയാണ് മക്കളെ? അപ്പോൾ ഡി ടി ഈക്വൽ ടു മൈനസ് ഡി യു കിട്ടി. ദെൻ നമുക്ക് ലിമിറ്റ്സ് ചേഞ്ച് ചെയ്യണമല്ലോ. സോ അപ്പോൾ നമുക്ക് ടി ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് നമുക്ക് നോക്കിക്കാം, എക്സ് യുവിൻ്റെ വാല്യൂ എന്ത് കിട്ടും, യു ഈക്വൽ ടു എക്സ് ടി 0. സോ അപ്പം നമുക്ക് എത്ര കിട്ടും, എക്സ് മൈനസ് യു ഈക്വൽ ടു എക്സ് കിട്ടും. ദെൻ ടി ഈക്വൽ ടു എക്സ് ആകുന്ന സമയത്ത് നമുക്ക് യു ഈക്വൽ ടു എത്ര കിട്ടും, ഇവിടെ നമുക്ക് 0 കിട്ടും. ഓക്കെ, റെഡി? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, തിരിച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ലിമിറ്റ് ഇപ്പോൾ ചേഞ്ച് ചെയ്തു. ലിമിറ്റ് ഇപ്പോൾ മാറി എങ്ങനെ ആക്കി, 0 to എക്സ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഓക്കെ, ഇതിന് നമ്മൾ യു കൊടുത്തു. ദെൻ ഇൻ ടേംസ് ഓഫ് ടിയിലേക്ക് നമ്മളത് മാറ്റി. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ ഐ ഈക്വൽ ടു നമുക്ക് ഇത് ടിക്ക് നമുക്ക് എന്ത് കൊടുക്കാം, ടിക്ക് നമുക്ക് എക്സ് മൈനസ് യു എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് 0 to എക്സ് ആണ് നമ്മളുടെ ലിമിറ്റ്സ്, അത് തന്നെയാണ് 0 to എക്സ് തന്നെ വരും. ദെൻ അടുത്തത് നമുക്ക് എക്സ് മൈനസ് യു. ദെൻ ഇത് സൈൻ നമുക്ക് എന്ത് വരും മക്കളെ, ഇത് സൈൻ എക്സ് മൈനസ് ടി അല്ലേ, അത് നമുക്ക് എന്ത് കിട്ടാം, യു എന്ന് കൊടുക്കാം. സോ നമുക്കത് ഓക്കെ, ബാക്കി ഡി യു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഡി യു. ഞാൻ എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് ഡി യു എന്നുള്ളത്, ലിമിറ്റ്സ് ശരിക്കും പറഞ്ഞാൽ എക്സ് ടു 0 എന്നാണ് വരുന്നത്. ഓക്കെ, ഞാനപ്പം വേണമെങ്കിൽ ആ സ്റ്റെപ്പോടെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്കത് കൺഫ്യൂഷൻ വരണ്ട. ഓക്കെ, നമുക്കിവിടെ ലിമിറ്റ് എക്സ് ടു 0 എന്നാണ് ശരിക്കും വരേണ്ടത്. ഇപ്പോൾ നമുക്ക് മൈനസ് ഡി യു അല്ലേ, അപ്പോൾ മൈനസ് പുറത്തു വന്നുകൊണ്ട് ഞാൻ നേരെ എന്ത് ചെയ്തു, ലിമിറ്റ്സ് ഇപ്പോൾ ചേഞ്ച് ചെയ്തു. 0 to എക്സ്, എക്സ് മൈനസ് യു, സൈൻ യു, ഡി യു. ഇപ്പോൾ കുഴപ്പമില്ലല്ലോ? ഇപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയെന്ന് വെച്ചാൽ ഞാൻ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താണ്, സംശയം വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഒന്നുകൂടി എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. റെഡി? അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഈ പോർഷൻ ടി സ്ക്വയർ ഉണ്ട് അല്ലേ, ടി സ്ക്വയർ ഉണ്ട്. സോ അപ്പോൾ ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം, എക്സ് മൈനസ് യു ഹോൾ സ്ക്വയർ. ഓക്കെ, എക്സ് മൈനസ് യു ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ മൈനസ് 2xu പ്ലസ് യു സ്ക്വയർ. റെഡി അല്ലേ? നമുക്കിനി എന്ത് ചെയ്യാം, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാൻ എക്സ്പാൻഡ് ചെയ്തു, അതിനകത്തോട്ട് ഇനി സൈൻ യൂസും കൂടെ എല്ലായിടത്തും കൊടുക്കണേ. സോ അപ്പോൾ നമുക്ക് എക്സ് മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ യു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും മക്കളെ, ഇത് തന്നെ ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ 0 to എക്സ് ഡി യു പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് 0 to എക്സ് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ യു അല്ലേ. ദെൻ അടുത്തത് മൈനസ് 2xu ഇൻറ്റു സൈൻ യു പ്ലസ് യു സ്ക്വയർ ഇൻറ്റു സൈൻ യു ഡി യു എന്ന് വരും. റെഡി അല്ലേ മക്കളെ? സോ ഇതിനകത്ത് എക്സ് സ്ക്വയർ 2x ഇതൊക്കെ എന്താണ്, എക്സ് സ്ക്വയർ വരുന്ന എല്ലാ സാധനം കോൺസ്റ്റൻ്റ് അല്ലേ. നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു നമ്പറാണ്. റെഡി അല്ലേ? അപ്പം ഞാൻ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ സ്റ്റെപ്പായിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഞാൻ എക്സ് സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇത് 0 to എക്സ് സൈൻ യു ഡി യു വരും. ദെൻ മൈനസ് 2x ഞാൻ കോമൺ ആയിട്ട് എടുത്തു. ഇത് 0 to എക്സ് യു സൈൻ യു ഡി യു. ദെൻ ഇവിടെ നമുക്ക് എക്സിൻ്റെ ഒന്നുമില്ല. സോ യു സ്ക്വയർ സൈൻ യു എന്ന് മാത്രമേ ഉള്ളൂ ഡി യു. സോ ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, സോ അതെല്ലാം നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഓരോന്നായിട്ട്. അത് നമ്മൾ പലതും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ശീലിച്ചിട്ടുള്ള വാല്യൂസ് തന്നെയാണ്. സോ ഫസ്റ്റ് വണ്ണ് 0 to എക്സ്
സൈൻ യു ഡി യു ആണ് നമുക്കുള്ളത് അല്ലേ. സൈൻ യു ഡി യു ഞാൻ എല്ലാത്തിനും സെപ്പറേറ്റ് അങ്ങ് ചെയ്യുക. സൈൻ യു ഡി യു ആണ് വന്നിരിക്കുന്നത്. സോ മക്കളെ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എത്രയൊക്കെ അപ്പർ ലിമിറ്റ് എക്സ്, ലോവർ ലിമിറ്റ്, ദെൻ നമുക്ക് 0 കിട്ടും. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇൻറ്റഗ്രേഷൻ വാല്യൂ 1 - cos x എന്നായിരിക്കും കിട്ടുന്നത് അല്ലേ. നെക്സ്റ്റ് അടുത്തത് ഇൻറ്റഗ്രൽ 0 to x യു സൈൻ യു ഡി യു. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ എക്സ് മൈനസ് എക്സ് കോസ് എക്സ് ആയിരിക്കും കിട്ടുന്നത്. റെഡി. അടുത്തത് നമുക്ക് 0 to x യു സ്ക്വയർ സൈൻ യു ഓക്കെ ഡി യു. ഇത് ചെയ്താൽ നിങ്ങൾക്ക് -x² കോസ് എക്സ്. ദെൻ ഇതൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, DI മെത്തേഡ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. സോ ഇത് 2 × cos x - 1 എന്നൊക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് നമുക്കിത് സോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റും. റെഡി അല്ലേ മക്കളെ. സോ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനകത്തോട്ട് ഈ വാല്യൂ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ചെയ്ത വാല്യൂ, അപ്പോൾ x² ഇൻറ്റു നമുക്ക് ഓരോ വാല്യൂസ് എന്ത് ചെയ്യാം, ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യത്തേൻ്റേത് 1 - cos x ആണ്. ദെൻ -2x. നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് എന്താണ്, ഇതാണ് വാല്യൂ ഓക്കെ. സൈൻ എക്സ് മൈനസ് എക്സ് കോസ് എക്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് -x² കോസ് എക്സ് പ്ലസ് 2x സൈൻ എക്സ് പ്ലസ് 2 കോസ് എക്സ് -2. മക്കളെ ഇത് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്താൽ x² മൈനസ് x² കോസ് എക്സ് മൈനസ് 2x സൈൻ എക്സ് പ്ലസ് 2x² കോസ് എക്സ് മൈനസ് x² കോസ് എക്സ് പ്ലസ് 2x സൈൻ എക്സ് പ്ലസ് 2 കോസ് എക്സ് -2. സോ ഇവിടെ ഇതും കൂടെ കട്ടായി പോവും, ഇതും കട്ടാവും. ദെൻ ഫൈനലി നമുക്ക് x² -2 പ്ലസ് 2 കോസ് എക്സ് എന്ന് കിട്ടും. ഇത്രയും കിട്ടും ഇൻറ്റഗ്രേഷൻ വാല്യൂ I എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ I വാല്യൂ. ഇത് എന്തിനോട് ഈക്വൽ എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്, ദിസ് ഈസ് ഈക്വൽ ടു x². സോ നമുക്കത് x² ഇക്വേറ്റ് ചെയ്യാം ഓക്കെ. സോ നമുക്ക് x² -2 പ്ലസ് 2 cos x ഈക്വൽ ടു x². സോ x² പോയാൽ നമുക്ക് 2 cos x -2 ഈക്വൽ ടു 0. അവിടുന്ന് 2 cos x ഈക്വൽ ടു 2. ദെൻ cos x ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 1 എന്ന് കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ ബിലോങ്സ് ടു 0 to 100 എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. cos x 1 ആണെങ്കിൽ x എന്താ, ജനറലി നമ്മൾ 2kπ എന്ന് നമുക്ക് വിളിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഈ 2kπ ബിറ്റ്വീൻ ഏതൊക്കെയാണ്, 0യ്ക്കും 100നും ബിറ്റ്വീൻ ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്, നമ്പർ ഓഫ് എലമെന്റ്സ് അല്ലേ. സോ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് 0, ദെൻ ഇവിടെ km, ദെൻ ഇവിടെ 100/2π വരും. സോ ഇത് ഏകദേശം 0, ദെൻ km, ദെൻ 15.9. സോ ഇതിപ്പോൾ എന്തായാലും കെയുടെ വാല്യൂസ് നമുക്ക് ഏതൊക്കെ എഴുതാൻ പറ്റും, 0, 1, 2 അപ് ടു 15 വരെ. സോ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 16 എണ്ണമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അറിയല്ലേ മക്കളെ, ക്ലിയർ?